ഏജന്റുമാരുടെ മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങിയിട്ട് അവിടെ എത്തിയിട്ട് പിന്നീട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത് വരാറുണ്ടോ? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഇനി ഏജൻറ്റിൻ്റെ മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങി എന്ന് പറയുന്ന ഒരാളോടും എനിക്ക് കാര്യമായ സിമ്പതി ഇല്ല. കാരണം ഒരു 15 വർഷം മുമ്പ് 20 വർഷം മുമ്പ് പറയും ഇത് ഇൻ്റർനെറ്റിൻ്റെ ലോകമാണ്. ഇതെപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് ആ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും. പണ്ടത്തെ പോലെയല്ല, ഏതൊരു വിദ്യാർത്ഥിക്കും അയാളുടെ ഈ പറയുന്ന ക്ലാസ്മേറ്റോ അയാളുടെ സീനിയറോ ജൂനിയറോ അമ്മാവൻ്റെ മകനോ ചിറ്റപ്പൻ്റെ മകനോ ബന്ധത്തിൽപ്പെട്ടവരോ അയൽക്കാരുമായിട്ട് ആരെങ്കിലും ഒരാൾ ആ ഭാഗത്തുണ്ടാവും. അപ്പം ക്രോസ് ചെക്ക് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മളീ പറയുന്ന മോഹന വാഗ്ദാനങ്ങളിൽ വീഴുക എന്ന് പറഞ്ഞാൽ നമ്മളീ ലെറ്റ് ദ ബയർ ബിവെയർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ. ഒരാൾ ഇപ്പം ബാബുവിന് ഞാൻ എൻ്റെ മാരുതി 800 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ നോക്കിയാൽ ഈ പറയുന്ന ബാബു അത് മേടിക്കുന്നുണ്ടെങ്കിൽ അത് ബാബുവിൻ്റെ കൂടെ പ്രശ്നമുണ്ട് അതിനകത്ത്. അപ്പോൾ ഞാൻ ഈ പൊതുവെ എപ്പോഴും ചതിക്കപ്പെടുകയോ അബദ്ധത്തിൽപ്പെടുകയോ ചെയ്യുമ്പോൾ ആദ്യം ഇവർ വെക്കുന്നത് ഈ പറഞ്ഞ എന്നെ ഏജൻറ്റ് ചതിച്ചെന്നുള്ളതാണ്. ഏജൻറ്റുമാർ ചതിക്കുന്നത് വർക്ക് പെർമിറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സ്റ്റുഡൻറ്റ് വിസയുമായി ബന്ധപ്പെട്ട് ഏജൻറ്റ് ചതിക്കുന്നതല്ല. ഈ പറയുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള അവസരങ്ങളുണ്ടായിട്ടുണ്ട്. 2, സ്റ്റുഡൻറ്റ് വിസയുടെ എൻ്റെ ധാരണ പ്രകാരം എൻ്റെ അറിവ് പ്രകാരം ഒരു ഏജൻസിയും വിദ്യാർത്ഥികളുടെ നിന്ന് പണം വാങ്ങുന്നില്ല. ഒരു വിദ്യാർത്ഥിയെ കൊടുക്കുമ്പോൾ അവർക്ക് 1% അതിൻ്റെ ഒരു 10% 20% മറ്റോ അവിടെ നിന്ന് കിട്ടുന്ന കമ്മീഷനാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റി എന്താണെന്ന് അറിയാനും ക്രോസ് ചെക്ക് ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉള്ളപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അയ്യോ എനിക്കറിയില്ലായിരുന്നു ഇത് യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല. നിങ്ങൾ ലോൺ എടുത്തും ബുദ്ധിമുട്ടിയൊക്കെ 10-15 ലക്ഷം രൂപയ്ക്ക് ഫീസ് അടയ്ക്കുമ്പോൾ നിങ്ങളൊരു ബേസിക് ആയ ചെക്കിങ് കൂടെ ചെയ്യണം എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ അതിനൊരു സിമ്പതി കൊണ്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല.